കുറച്ച് നാൾ കൂടി അച്ഛൻ്റെ അടുത്ത് വീണ്ടും ചെന്നു. കിടക്കായിരുന്നു ചെന്നപ്പോൾ, പിന്നെ വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ പുരാണങ്ങളും ചരിത്രങ്ങളും അങ്ങനെ അച്ഛൻ എന്തൊക്കെയോ പറയാൻ തോന്നും. അച്ഛന് ശരിക്കും സംസാരിച്ച് ഒരു എന്താ പറയുക, എത്ര സംസാരിച്ചാലും തീരില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഓരോ വിശേഷങ്ങളും ഞങ്ങൾ ചെന്ന് കഴിയുമ്പോൾ. അപ്പോൾ അച്ഛൻ കിടക്കുന്നിടന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നതാണിത്. ഞങ്ങളത് കേട്ടിരിക്കുകയും ചെയ്യും. വീഡിയോ പിടിക്കുകയെന്ന് പറഞ്ഞിട്ടാണ് ഉണ്ണിക്കുട്ടൻ അങ്ങനെ ഇരിക്കണത്. താഴെ ആങ്ങളുടെ മൂത്ത മോനാണ് കേട്ടോ. രണ്ടാമത്തെ കുട്ടിയുണ്ട് ഇതിൽ. ആങ്ങളെ നാത്തൂനും ജോലിയുണ്ട്. ഞായറാഴ്ച ആണെങ്കിലും അവർക്ക് ലീവ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ചെന്നു, ചായയൊക്കെ വെച്ച് കുടിച്ചു. ഞങ്ങൾ ചെന്നതേ അമ്പലത്തിൽ ഇന്നലെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ കുംഭാഭിഷേകമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. ഒരു ഞായറാഴ്ച കിട്ടിയതല്ലേ, ഏതായാലും വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങുകയും ചെയ്തു. എന്നാൽ പിന്നെ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ആവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നതാണ്. ചെന്ന് അന്നദാനം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വയറൊക്കെ നിറച്ചിട്ടാണ് ചെന്നത്. പാലും ബ്രെഡൊക്കെ വാങ്ങിപ്പോയി. ബണ്ണില്ലേ, ബണ്ണ്. അങ്ങനെ ഉണ്ണിക്കുട്ടൻ ചായ വെച്ചു, പാറും കൂടെ കൂടിയിട്ട്. ചായയും ബണ്ണൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണം തോന്നിയിട്ട് പുരാണങ്ങളും കുറേ കീർത്തനങ്ങളും ശ്ലോകങ്ങളും ഒക്കെ അച്ഛൻ ഹാപ്പിയായി. മറ്റേന്ന് പറഞ്ഞാൽ അവിടെ ആരും തന്നെ ഇല്ല. ഈ പിള്ളേരോടൊക്കെ എന്ത് വർത്തമാനം പറയാനാണ്? ഞങ്ങളൊക്കെ ചെല്ലണം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാനായിട്ട്. പക്ഷെ നമുക്കേ ബസ് സൗകര്യമുള്ള സ്ഥലമല്ല, കുറേ ദൂരം നടക്കണം. ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോവുകയാണെങ്കിൽ 80 രൂപയുടെ വഴിയുണ്ട്. അത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പോകാനൊക്കെയുള്ളൊരു സൗകര്യമല്ല, സമയം അതില്ല എന്നുള്ളതാണ് സത്യം. ആരോഗ്യസ്ഥിതിയും വളരെ മോശം. എത്ര ദൂരം നടക്കാന്നൊക്കെ പറയാം, അത്ര വഴിയുണ്ട്. അപ്പോൾ ശാലുവിൻ്റെ ഇപ്പോൾ വണ്ടി കേടായിരുന്നു. അത് നന്നാക്കി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ്റെ അടുത്ത് പോകാൻ പറ്റുമെന്ന്. പക്ഷെ അവൾ രാവിലെ, ഞാനും ജോലിക്ക് പോവും, ശാലും ജോലിക്ക് പോവും. വൈകുന്നേരം ഞാൻ നേരത്തെ വരും, ശാലു വരുമ്പോൾ 6:30 7 മണിക്ക്. പിന്നെ എങ്ങനെ പോകാനും? എന്തായാലും ഇന്ന് രണ്ടും കൽപ്പിച്ച് അച്ഛൻ്റെ അടുത്ത് ചെന്നു. കുറേ നേരം അച്ഛന് വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചു. അച്ഛൻ പറയുന്ന എല്ലാം കേട്ടും അതിൽ പങ്കുകൊണ്ടും അങ്ങനെ എൻ്റെ പാറുകളാണ് കേട്ടോ ഈ വർത്തമാനം പറഞ്ഞ മുഴുവൻ. പാറുവാണ് വീഡിയോ പിടിക്കേണ്ടത്. അച്ഛൻ അങ്ങനെ വീഡിയോ പിടിക്കേണ്ടത്, പിന്നെ അത് ആ വീഡിയോ അച്ഛനെ കാണിച്ചു കൊടുക്കണത് ഭയങ്കര സന്തോഷമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നപ്പം ഞങ്ങൾ ചെറുപ്പത്തിൽ ചൊല്ലിക്കൊണ്ടിരുന്ന കുറേ സന്ധ്യാനാമങ്ങൾ മറന്നുപോയിരുന്നു. അതിപ്പോൾ അച്ഛനെ കൊണ്ട് ആ നാമങ്ങളൊക്കെ ചൊല്ലിച്ചിട്ട് അത് വീഡിയോ പിടിച്ചു. അത് അച്ഛനെ കാണിച്ചു കൊടുത്തു. ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇത്തവണയും വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛനിങ്ങനെ കൂടുതലും പാറുമോക്ക് അറിയാവുള്ളൂ അങ്ങനെ ചെയ്യാനായിട്ട്. പാറുമോളെ പിടിച്ചോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കണ്ടായിരുന്നു. അത് അച്ഛൻ്റെ ഒരു സന്തോഷം. അത് കാണുമ്പോൾ ഞങ്ങൾക്കും സന്തോഷമായി. ഞങ്ങളൊക്കെ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ് അച്ഛൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അച്ഛന് കല്ലിൻ്റെ പണിയായിരുന്നു, ഈ പാറ പൊട്ടിക്കുന്ന പരിപാടി. കുറേ കല്ലിൻ്റെ അടിച്ച് കൂടം കൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കാനും ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് കുറേ പാടുപെട്ടിട്ടുണ്ട് ഞങ്ങളുടെ അച്ഛൻ. ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ, അച്ഛന് സന്തോഷമായിട്ട് സമാധാനമായിട്ട്. 3 മിനിറ്റ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ 3 മിനിറ്റ്.